വിട്ടുപോ. നമ്മുടെ കമ്പനി അഡ്വക്കേറ്റിനൊന്ന് കാണണമായിരുന്നു. ഇപ്പൊ ബാർ അസോസിയേഷനിൽ കാണും. ഒന്ന് അതിലെ പോവാം. ബാർ അസോസിയേഷൻ വഴി പോണേ. ഇതേതാ സ്ഥലം? ഇതേതാ സ്ഥലം? ബാർ അസോസിയേഷൻ. അയ്യോ, രാവിലെ വീശിയേച്ചും പോവാന്നോ? ഹലോ, അച്ഛാ, ഇത് ഞാനാ. ഞാൻ പറഞ്ഞില്ലേ, സംഗതി ആകെ കുഴപ്പമാ. അവൻ അവളെയും കൊണ്ടൊരു ബാറിലേക്ക് കയറി. അതും സാധാരണ ബാറല്ല, ബാറുകളുടെ അസോസിയേഷൻ ബാറാ. അവളെയും കൂടി അവൻ കുടിപ്പിക്കുന്നു. അവളെയും കൂട്ടി പിടിച്ചിറക്കടാ. ആ, ശരി ശരി. ചുവന്ന വണ്ടിയുടെ പുറകെ വിട്ടോ. ആരോ നമ്മൾ ഓട്ടോറിക്ഷയെ ഫോളോ ചെയ്യുന്നുണ്ട് സാർ. ആ ഓട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തൊട്ട് പുറകെ കൂടിയതാ. ഓഹോ, എന്നാൽ അതൊന്നും അറിയണമല്ലോ. വണ്ടി നേരെ ലേബർ ക്വാർട്ടേഴ്സ് വഴി പോട്ടെ. സാർ, ഇത് നമ്മുടെ സാറിന്റെ വണ്ടിയാണല്ലോ. എന്താ സാർ ഇതുവഴി? ഓ, ചുമ്മാ വന്നതാ. ആരോ ഒരാൾ ഓട്ടോറിക്ഷയിൽ കുറെ നേരമായിട്ട് കാറിനെ ഫോളോ ചെയ്യുന്നുണ്ട്. എന്താ കാര്യം ഒന്ന് അന്വേഷിച്ചേക്കണേ. ശരി സാർ. വാ. ഇങ്ങോട്ട് ഇറങ്ങാനാ പറഞ്ഞു. എന്ത് കോപ്പിനാണോ ഇറങ്ങുന്നേ? എന്തിനാ സാറിന്റെ വണ്ടി ഫോളോ ചെയ്യുന്നത്? അതെന്റെ അളിയനോ? എന്താ കണ്ടിട്ട് തോന്നുന്നില്ലേ? സംശയമുണ്ട്, ഇപ്പൊ ചോദിച്ചു നോക്ക്. നിങ്ങൾ ഇവിടെ നിൽക്കേ, ഇയാളെ വിടരുത്. ഞാൻ പോയി ചോദിച്ചിട്ട് വരാം. എന്നെന്തിനാ വിടാതിരിക്കുന്നത്? ഞാൻ പറയുന്നത് മനസ്സിലാക്ക്. ഇതെന്താ വെള്ളരിക്കാൻ പറ്റണോ? സാർ, അവൻ വെറുതെ പിച്ചും പേയും പറയുന്നു. വട്ടനാണെന്നാ തോന്നുന്നത്. പിന്നെ ഒരു കാര്യം പറഞ്ഞു, അത് സാരമില്ല. എന്താവും പറഞ്ഞത്? മറ്റൊന്നുമല്ല, അവൻ സാറിന്റെ അളിയനാണെന്ന് പറഞ്ഞാ രക്ഷപ്പെടാൻ ശ്രമിച്ചത്. അവൻ പറഞ്ഞത് എന്റെ അളിയനാണെന്ന്. അല്ല, ഇനിയൊരു പക്ഷെ ഭാസ്കരേട്ടെങ്ങാനും. ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണേ. ഹലോ. ആ, അച്ഛനാ? ഭാസ്കരേട്ടനുണ്ടോ അവിടെ? ഉണ്ട്, അവൻ ഇവിടെ ബാത്റൂമിലുണ്ട്. ഗോപുവോ? അവൻ ഇവിടെ തൊട്ടടുത്തുണ്ട്. എന്താ? ഏയ്, ഒന്നുമില്ല, ചുമ്മാ. ഭാസ്കരേട്ടനും ഗോപുവൊക്കെ വീട്ടിലുണ്ട്. ഹലോ. അപ്പൊ അധികം ഉപദ്രവിക്കണ്ട. ഏതോ ഭ്രാന്തനാ. നമ്മുടെ കമ്പനി ചെലവില് ഏതെങ്കിലും ഒരു ഭ്രാന്താശുപത്രിയിലാക്കിയാര് പാവം. ശരി സാർ. ആ, തന്റെ സംശയം തീർന്നല്ലോ. അളിയൻ എന്ത് പറഞ്ഞു? ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു. പിടിക്കണം. ഡോക്ടർ, എനിക്ക് ആ തൊഴിലാളിയെ വെറുതെ പൊക്കിയതാ. എനിക്ക് യാതൊരു അസുഖമല്ല. സംശയമുണ്ട് ഈ ക്ലാപ്പൊക്കെ വെക്കുന്നതിന് മുമ്പ് അളിയനെ വിളിച്ച് എന്താ അവിടെ? അയ്യോ, ഇത് എന്താ പറ്റി മോനെ? മോനെ, മോനെ, എന്താ മോനെ? എന്താ? അളയൻ കമ്പനി ചെലവിലൊന്ന് ട്രീറ്റ് ചെയ്ത ഷോക്ക് ട്രീറ്റ്മെന്റ്. പവർ കട്ട് വന്നുകൊണ്ട് ജീവൻ തിരിച്ചു കിട്ടി. എന്റെ തല പിളരുന്നേ. പോയ കാര്യം എന്തായി? ഒന്നും പറയാനുള്ള പ്രാണി എനിക്കില്ല. നാവ് കുഴയത്. എന്തും ചെയ്യാൻ മടിക്കാത്ത കുഴയ കൂട്ടുകാരുണ്ട് അളിയന്.
അവരിൽ നിന്നും അവനെ രക്ഷിച്ചില്ലേ നമ്മുടെ മേരിയുടെ? മീരയുടെ കാര്യം പോക്ക. ഒരു പോക്കുമില്ല. ഒന്നിൽ പാമ്പ് ചവണോ അല്ലെ വടി ഒടിയണം. രണ്ടിലൊന്നും അറിയാൻ തന്നെ എന്നെ തീരുമാനം. നീ ഇങ്ങോട്ട് വന്നേ. വരട്ടെ. എനിക്കൊരു സംശയം. നീ അടിച്ചിട്ടുണ്ടോടാ? ഉണ്ട്, ഷോക്ക് അടിച്ചിട്ടുണ്ട്. അല്ല, മനസ്സിലായില്ല. അയ്യോ, ഞങ്ങളൊക്കെ എത്ര പെട്ടെന്ന് മറന്നോ? ഞാൻ പൗലോസ്. അത് മനസ്സിലായി. പിന്നെ ഇവരെയാണോ മനസ്സിലാവാത്തത്? അവരെയും മനസ്സിലായി. മുൻവശത്ത് ഒരു കോളിംഗ് ബെല്ല് വെച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഞെക്കാൻ. അതേ ഞെക്കി അകത്ത് ട്രൂറ് ബെല്ലടിക്കും. അതേപോലെ ഞെക്കാതെ ഇങ്ങോട്ട് നേരെ കേറി വന്നെന്താണോ മനസ്സിലാവാത്തത്? അല്ല, ഞങ്ങള് മണവാളനെയും മണവാട്ടിയെയും. അവരിവിടെ ഇല്ല. അപ്പോഴേ കിളവന്മാരെ അവര് കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് കഴിയുക. അതിനിടയിൽ നിങ്ങൾ എന്തിനാ അവരുടെ പുറകെ ചുറ്റുന്നേ? ഞങ്ങൾ നരേന്ദ്രനെ ഒന്ന് വേണ്ട. നിങ്ങളാണ് അവനെ മുഴുക്കുടിയനാക്കിയതും ചീറ്റാക്കിയതും. ഇനി അവനെ കാണാനെന്ന് പറഞ്ഞ് ഈ വീട്ടുമുറ്റത്ത് വന്നു പോരുത്. അത് പറയേണ്ടത് നിങ്ങളല്ല. ആ, ഇങ്ങനെയല്ലേ ഇവറ്റകളോട് പറയേണ്ടത്? ഞാൻ പറയാം. എടോ, അവന്റെ അച്ഛനെ കുടിപ്പിച്ച് ഒരു വഴിയിലാക്കി. ആ വകയിൽ നിങ്ങളും കുറെ ഉണ്ടാക്കിയെന്നാ നമ്മൾ കേട്ടിട്ടുള്ളത്. ഇനി ഈ ചെറുക്കനെ കൂടെ നശിപ്പിച്ചിട്ട് വേണം ബാക്കി കൂടി കൈക്കലാക്കാൻ. അല്ലേ? മാനവമര്യാദയില്ലാത്ത ശപ്പന്മാര്. കുറച്ചൊക്കെ മര്യാദയായിട്ട് സംസാരിച്ചാൽ കൊള്ളാം. ആഹാ, ഞങ്ങൾക്ക് അന്തസ്സില്ലെന്ന് തന്നോട് ആരാ പറഞ്ഞത്? എടാ, പോടെ അവിടുന്ന്, എറിഞ്ഞ് പോടെ അവിടുന്ന്. എന്താ നിങ്ങൾ ഈ കാണിച്ചത്? ഇതൊക്കെ നരേന്ദ്രൻ അറിഞ്ഞാ എന്തോ ഉണ്ടാവുമെന്നറിയോ? ഓ, എന്താടി അവൻ ഞങ്ങളെയൊക്കെ അങ്ങ് മൂക്കി വലിച്ചു പറ്റുവോ? ബെല്ലും ബ്രേക്കും ഇല്ലാത്ത ടൈപ്പാ മൂപ്പിലാൻ. ഒരു ചരട് വലിച്ചു കെട്ടിയില്ലെങ്കിലേ ഒടുക്കം മീരെ കണ്ടെഴുതിച്ചിരുത്തും. എല്ലാം അറിഞ്ഞ അവനിങ്ങോട്ട് വരച്ചടി. ഒന്ന് മുട്ടാൻ തന്നെ എന്റെ തീരുമാനം. ഒരു സെക്കൻഡ്, ഇപ്പൊ വരേ. അമ്മേ, അച്ഛാ, വെടി, ഉമ്മ, വെടി, 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 വാ, പോക്ക്, പൊട്ടും. മത്തായി ചേട്ടനായി കൊടുത്തേക്ക്. ഇന്ന് ഞാൻ അണ്ടിങ്ങിന് വരുന്നില്ല. നല്ലതുപോലെയും കിട്ടി എന്നെ അറിയിക്കണമെന്ന് പറഞ്ഞേക്കണേ. ശരി. എന്ത് പറ്റി എല്ലാവർക്കും? ഏയ്, ഒന്നുമില്ല. മീര എവിടെ? അവള് വന്ന പാടെ ഒറ്റ കിടപ്പാ. കരച്ചിലോടെ കരച്ചില്. ദാഹിച്ച വെള്ളം കുടിച്ചിട്ടില്ല അല്ലേ? ഞാനിവിടെ കൊണ്ടാക്കുമ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. എല്ലാം കണ്ടിട്ട് വന്നപ്പോഴാ അവൾക്ക് സങ്കടം. ഫാക്ടറി ഉണ്ട്, എസ്റ്റേറ്റ് ഉണ്ട് എന്ന് വേണ്ട 100 കൂട്ടം കാര്യങ്ങളുണ്ട്. നരേന്ദ്രൻ ഒറ്റയ്ക്കല്ലേ എല്ലാം തലയിൽ വെച്ചോണ്ട് അല്ലേന്നത്? അതിന് അവള് കരയുന്നെന്തിനാ? അയ്യോ, ഞങ്ങൾക്ക് ആർക്കും നരേന്ദ്രനോട് സ്നേഹമില്ല, സഹായിക്കണോന്ന് ഒരു വിചാരവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് അവൾ കരയാ. എന്താ മീരി ഇത്? നരേന്ദ്രനെങ്ങാനും കണ്ടോണ്ട് വന്നാ അമ്മ മോശക്കാരിയാവില്ലേ? കൈ കഴുകിട്ട് എവിടെയെങ്കിലും പോയിരുന്ന് കരഞ്ഞോ? എല്ലാം മോളുടെ നന്മയ്ക്ക് വേണ്ടിട്ടാ. മോനെ സഹായിക്കണോന്ന് അച്ഛന് ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ? പക്ഷെ അച്ഛൻ മോന്റെ കൂട്ടത്തിൽ വന്നാ മോന് ഇഷ്ടപ്പെടുവോ? എനിക്കെന്താ ഇഷ്ടക്കുറവ്? കേട്ടില്ലേ? നാളെ മുതൽ നിങ്ങളും ഗോപുവും മോന്റെ എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടാവണമെന്ന്. മോനെ ഭാസ്കരെ, എന്തോ അളിയും പറഞ്ഞു കേട്ടില്ലേ? ഓ, നാളെ മുതല് കമ്പനി കാര്യങ്ങളൊക്കെ നീ വേണം നോക്കാൻ. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നരേന്ദ്ര, നിന്റെ ഓഫീസ് കൊള്ളാലോ. അളിയൻ തനിച്ചത് എങ്ങനെ നടത്തിക്കൊണ്ടുപോകുന്നു? ബോറടിക്കില്ലേ? ഒരു സംശയം, എത്രായിരം രൂപയായി കമ്പനിയുടെ 1 വർഷത്തെ വരവും ചെലവും? ഭാസ്കര, നീ അപ്പുറത്തെ കാര്യം നോക്കിക്കോ, ഞാൻ ഇപ്പുറത്തെ കാര്യം നോക്കിക്കോ. ഓക്കെ.
ആരാ ഇവിടുത്തെ ഇലക്ട്രീഷ്യൻ? ആരാന്ന് വെച്ചാൽ നിങ്ങൾ വരാനാ പറഞ്ഞേ. തീരെ ഉത്തരവാദിത്തം ലഭിച്ചങ്ങൾക്കൊന്നും കണ്ടില്ലേ കിടന്ന് പിടക്കണത്. എടോ അതിന്റെ സ്റ്റാർട്ടർ ഒന്ന് പിടിച്ച് തിരികെ. എടോ ആ ട്യൂബിലൊന്ന് തടവിയാ മതി. താൻ എന്താണോ ഈ കാണിക്കുന്നത്? ആദ്യം ആ ട്യൂബ് ഓഫ് ചെയ്യടോ കഴുതേ. എന്താ പറഞ്ഞേ? ഞാൻ ആരാന്ന് വിചാരിച്ചോ നീ? എഴുതിക്കോളൂ എഴുതിക്കോളൂ എഴുതിക്കോളൂ. മതി മതി പൊയ്ക്കോ. സാറ് കണ്ട വഴക്ക് പറയാം. എന്തിന്? പ്രിയ എന്താ എന്നെ പറ്റി വിചാരിച്ചിരിക്കുന്നത്? ഞാൻ ഇവിടുത്തെ മാനേജീരിയൽ സ്റ്റാഫാ. അതൊക്കെ ശരിയാ. പക്ഷേ ജോലി സമയം ദുരുപയോഗപ്പെടുത്തിയാൽ ആരായാലും സാറ് സമ്മതിക്കില്ല. പോവാൻ പറ. എന്താ ഇവിടെ തേങ്കച്ചവടം? ഒന്നുമില്ല, ഒരു ആപ്ലിക്കേഷൻ ടൈപ്പ് ചെയ്യാനുണ്ടായിരുന്നു. ഇത്ര ചെറുപ്പത്തിലെ ടൈപ്പ് ചെയ്യണോ മോനെ? എഴുതി പോസ്റ്റ് ചെയ്താ പോരെ? ആ നടക്ക്. നടന്നോളാൻ. ഓ ആ ഫയലിളക്കി ചേർന്നോ. സർക്കാർ എന്തോടെ എഴുതിയിരിക്കുന്നത്? സർക്കാർ വിജ്ഞാപനം എന്നാണ് സാർ. ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിലാ പഠിച്ചത്, അതുകൊണ്ട് മലയാളം നല്ല പിടിയില്ല. മറുവശത്ത് ഇംഗ്ലീഷിലും ടൈപ്പ് ചെയ്തിട്ടുണ്ട് സാർ. ഓഹോ, ഞാൻ സയൻസാ പഠിച്ചത്, ഇംഗ്ലീഷ് നല്ല പിടിയില്ല. ബാക്കി ഫയലുകളൊക്കെ നാളെ നോക്കാം. ഈ ഫയലിലൊക്കെ അവിടെ കൊണ്ട് ശരി സാർ. എന്താ സിനിമ? സാർ ആ പുതിയ ഇലക്ട്രീഷ്യൻ ഞങ്ങൾ വന്ന് തല്ലി. പുതിയ ഇലക്ട്രീഷ്യനോ? അതാര്? സാർ അക്കൗണ്ട്സിലെ ഫയലുകളെല്ലാം ഒരു ഇൻസ്പെക്ടർ വന്ന് പിടിച്ച് ആകെ കുഴപ്പമായിരിക്കാം. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? TV നോക്കിയിരിക്കാണോ താൻ? എഴുതരോ താൻ എന്തോടെ കുത്തിവരച്ച് വെച്ചിരിക്കുന്നേ? ഇറങ്ങിപ്പോ.